കാർ സ്റ്റണ്ട് ചെയ്യണമെന്നുള്ളത് റായിമിൻ്റെ ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് അവളുടെ ഡ്രീമാണെന്ന് തന്നെ പറയാം. ജംഗ്സ്വിന് ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അടുത്തിടെ റായിമിൻ്റെ സ്വഭാവം അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് അവൾ വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നൽകണമെന്ന് തന്നെ അവൻ വിചാരിക്കുന്നു. റായിമിന് പകരം ജൂവൺ ആണല്ലോ അന്ന് എത്തിയത്. അവളുടെ ഡ്രസ്സിങ് കണ്ടപ്പോഴേ സീനിയേഴ്സൊക്കെ അന്തം വിടുന്നു. റിച്ച് ബോയ് ഫ്രണ്ടിനെ കിട്ടിയതിൻ്റെ മാറ്റങ്ങളാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഓഡിഷനെ പറ്റി അവർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എന്ത് ഓഡിഷനാണ് എന്ന് ജൂവണിന് മനസ്സിലാവുന്നില്ല. ജംഗ്സു അവനെ ഓഫീസിലേക്ക് വിളിച്ച് ആപ്ലിക്കേഷൻ ഫോം നൽകുന്നു. ഇംഗ്ലീഷിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ജൂവണിന് അതൊരു പ്രശ്നമല്ലല്ലോ. അതിൽ എഴുതിയിരുന്നതൊക്കെ വായിച്ചപ്പോൾ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സീനാണ് അതെന്ന് അവന് മനസ്സിലാവുന്നു. എന്നെ കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ഓഡിഷൻ അയക്കാൻ തുടങ്ങുന്നത്? ഭാവിയിലാണെങ്കിലും ഇങ്ങനെ അപകടകരമായ സീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാലും എന്നെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോമും തിരികെ കൊടുത്തിട്ട് അവൻ പോവാൻ തുടങ്ങുന്നു. എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ജംഗ്സു ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ ജോലിയുമായി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ജിങ്സു വീണ്ടും പറയുന്നു. അവനെ റായിമിനെ ശരിക്കും ഇഷ്ടമാണ് എന്ന് ജുവണിന് ഇപ്പോൾ മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു എൻഡിങ് കൊടുക്കാൻ തന്നെ ജുവൺ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞതായി ഞാൻ ഭാവിക്കില്ല. ദയവ് ചെയ്ത് എന്നോട് കൺഫ്യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഫോമും വാങ്ങിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജംഗ്സു അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അവന് നല്ല വിഷമമാവുന്നുണ്ട്. ഓസ്കയുടെ മാനേജർ ഈ സമയം യൂൻസോളിനെ മീറ്റ് ചെയ്ത് ആൽബത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. പാസ്പോർട്ടും കാറും എല്ലാം സീസ് ചെയ്ത് വെച്ചിട്ടും ഓസ്ക ഒളിച്ചോടിയത് അവൾ കാരണമാണ്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഓസ്ക എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് നിങ്ങളോട് പറയില്ല. ആൽബത്തിൽ നിന്ന് പിന്മാറുകയുമില്ല. അങ്ങനെ മാറിപ്പോവാനല്ല ഞാൻ തിരിച്ചു വന്നത് എന്നൊക്കെ അവൾ വാശിയോടെ പറയുന്നു. റായിം അന്ന് ബൈക്കിലാണല്ലോ ഷോപ്പിംഗ് മാളിലേക്ക് പോയത്. സെക്രട്ടറി അവനെ സ്വീകരിക്കാനായി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ അങ്ങനെ വരുന്നത് കണ്ട് കിം ശരിക്കും അമ്പരക്കുന്നു. അകത്ത് കയറിയപ്പോൾ നിരന്നു നിൽപ്പുണ്ടായിരുന്ന സ്റ്റാഫ്സ് ഗ്രീറ്റ് ചെയ്തപ്പോൾ അവൾ തിരിച്ചും ഗ്രീറ്റ് ചെയ്യുന്നു. ജുവൺ സാധാരണ അവരെ മൈൻഡ് ചെയ്യാറേയില്ല. ഇന്ന് പ്രസിഡന്റ് തങ്ങളെ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുന്നത് കണ്ട് അവരും അമ്പരന്ന് പോകുന്നു. ജുവൺ സാധാരണ എസ്കലേറ്റർ വഴിയാണല്ലോ മുകളിലേക്ക് പോകാറുള്ളത്. പക്ഷേ റായിം ലിഫ്റ്റ് വഴി പോവാൻ തയ്യാറെടുക്കുന്നു. ആ വഴിയല്ല ഈ വഴിയാണ് എന്ന് കിം പറഞ്ഞപ്പോൾ അങ്ങനെ നടന്നു പോവേണ്ട ആവശ്യമുണ്ടോ എന്ന് റായിം ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രസിഡന്റിന്റെ ഈ മാറ്റങ്ങളെല്ലാം സ്റ്റാഫിനിടയിൽ ചർച്ചയാവുന്നുണ്ട്. അയോങ്ങും അതിനെക്കുറിച്ച് അറിയുന്നു. പ്രസിഡന്റിന്റെ അന്നത്തെ ഡ്രസ്സിങ് മാത്രം തീരെ ശരിയായില്ല എന്ന് ഒരു സ്റ്റാഫ് അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. തന്റെ കാര്യത്തിൽ ആകെ ടെൻഷനായിരിക്കുന്നതുകൊണ്ടായിരിക്കണം അവന് ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്നാണ് അയോങ് വിചാരിക്കുന്നത്. ജൂവൺ ലിഫ്റ്റ് ഉപയോഗിച്ച വിവരം മാനേജർ പാർക്കും അറിയുന്നു. ജൂവണിന് ക്ലോസ്ട്രോഫോബിയ ഉണ്ട് എന്നും ലിഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുമൊക്കെ അയാൾക്ക് നേരത്തെ തന്നെ അറിയാം. അവനെതിരെ പ്രയോഗിക്കാൻ അയാൾ രഹസ്യമായി കരുതി വെച്ചിരുന്ന ആയുധമാണത്. അതാണിപ്പോൾ തകർന്നിരിക്കുന്നത്. അവന്റെ സ്ഥാനം തട്ടിയെടുക്കാമെന്നുള്ളതെല്ലാം വെറും സ്വപ്നമാകുമോ എന്ന് ചിന്തിച്ച് അയാൾ ആകെ ടെൻഷനാവുന്നു. ജുവൺ മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത ഫുഡും അന്ന് ഒരു മടിയുമില്ലാതെ റായിം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് മുതലാണ് കഴിക്കാൻ തുടങ്ങിയത് എന്ന് സെക്രട്ടറി അവന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. മാനേജർ പാർക്കും മറിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ഈ സമയത്താണ് ഓസ്കയുടെ മാനേജറെ മീറ്റ് ചെയ്യാൻ പറഞ്ഞ് ജുവൺ അവൾക്ക് മെസ്സേജ് അയച്ചത്. അങ്ങനെ ജുവണിനൊപ്പം അവൾ അയാളെ മീറ്റ് ചെയ്യുന്നു. ഓസ്ക എങ്ങോട്ടോ ഓടിപ്പോയത് അവൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓസ്ക കാരണമുണ്ടായ നഷ്ടങ്ങൾക്ക് കേസ് നൽകിക്കോളാൻ മാനേജർ പറഞ്ഞെങ്കിലും റായിം അതിനെ സമ്മതിക്കുന്നില്ല. ഇതിപ്പോൾ കേസാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ഓസ്കയെ കണ്ടുപിടിച്ചോളാമെന്ന് അവൾ പറയുന്നു. ഞാൻ കേസ് കൊടുക്കുമെന്ന് ജുവൺ പറയുന്നുണ്ടെങ്കിലും റായിം അവന്റെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. നിസാര കാര്യങ്ങൾക്ക് പോലും ഓസ്കയ്ക്കെതിരെ കേസ് നൽകാറുള്ള ജുവൺ ഇത്ര വലിയ പ്രശ്നമുണ്ടായിട്ടും കുഴപ്പമില്ല എന്ന് പറയുന്നത് മാനേജറെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. അവൻ കുടിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു പോകുന്നുണ്ട്. അവർ തിരിച്ച് ജുവന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാർ കൊണ്ടുപോയിരിക്കുന്നത് ഓസ്കയാണ് എന്ന് റായും അവനോട് പറയുന്നത്. ഇത്രയും സമയം അതെന്താണ് പറയാതിരുന്നതെന്ന് ചോദിച്ച് ജുവൻ ദേഷ്യപ്പെടുന്നു. മാത്രമല്ല അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് തന്റെ കാർ മോഷണം പോയി എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. യൂൻസിയോളിനൊപ്പം മുമ്പ് പലതവണ പോയിട്ടുള്ള ഒരു ഐലൻഡിലേക്കായിരുന്നു ഓസ്ക പോയത്. അവർ ഒരുമിച്ചുള്ള കുറേ നല്ല ഓർമ്മകൾ ആ സമയത്ത് അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് 2 പോലീസുകാർ അവൻ്റെ അടുത്തേക്ക് എത്തിയത്. ഓട്ടോഗ്രാഫ് വാങ്ങാനായിരിക്കും അവർ വന്നത് എന്നാണ് അവൻ ആദ്യം കരുതിയത്. പക്ഷെ അവർ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. അവൻ അവിടേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് ഊഹിച്ച് യൂൻസിയോൾ അവിടെ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവനെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. ഓസ്ക സ്റ്റേഷനിലെത്തിയപ്പോൾ ജൂവണും റായിമും അവിടെ ഉണ്ട്. കാർ ഞാൻ മോഷ്ടിച്ചതല്ല, എൻ്റെ കസിൻ്റെ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓസ്ക വരുന്നത്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കംപ്ലൈൻറ്റ് നൽകിയത് ജുവൺ ആണ് എന്ന് അവൻ അറിയുന്നത്. ഇതിനു വേണ്ടിയായിരുന്നോ നീ എനിക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കി തന്നത് എന്ന് അവൻ ചോദിക്കുന്നു. തൻ്റെ കൈകൊണ്ട് അവൾ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ജുവൺ റായിമിനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും യൂൻസിയോളും അവിടെ എത്തുന്നുണ്ട്. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ജുവൺ ചോദിക്കുന്നു. റായിമിന് അതിന്റെ കാരണം മനസ്സിലാവുന്നുണ്ട്. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസുകാർ പറഞ്ഞെങ്കിലും അവനെ ജയിലിൽ അടയ്ക്കണം എന്ന് ജുവൺ വാശി പിടിക്കുന്നു. ഓസ്ക കരുതുന്നത് റായിമാണ് ഇങ്ങനെ പറയുന്നതെന്നാണല്ലോ. അതുകൊണ്ട് അവൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. അവൾ അങ്ങനെ ആവശ്യപ്പെട്ടത് കാരണം ഓസ്കയെ ജയിലിൽ അടയ്ക്കുന്നു. അവന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചത് ജുവൺ ആണ്.
ജൂൺ ആണെങ്കിൽ ഈ ചാൻസ് ശരിക്കും മുതലെടുക്കുന്നു. തന്റെ പേരിൽ അവർ രണ്ടുപേരും കൂടി നടത്തിയ ബെറ്റിനെ കുറിച്ച് താൻ അറിഞ്ഞു. അതിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ ഈ കേസ് പിൻവലിക്കുകയുള്ളൂ എന്നാണ് ജൂൺ പറഞ്ഞത് എന്ന് അവൻ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് കുറച്ച് പുറകിലായി റായിമും യൂൻസിയോളും നിൽപ്പുണ്ട്. യൂൻസിയോൾ അവിടെ നിൽക്കുന്നത് കാരണം അവളെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ, റായിമിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, അതിന്റെ പേരിൽ ഇവിടെ കിടക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് ഓസ്ക ഉറക്കെ പറയുന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ യൂൻസിയോളിന് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. റായിമിന്റെ കാര്യത്തിൽ പിന്മാറാൻ തയ്യാറല്ല എന്ന് അവനിങ്ങനെ പറയുന്നതായിട്ട് ജൂവണം ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഓസ്ക അവനോട് സോറി പറഞ്ഞത്. യൂൻസിയോളിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അവൾ ഒരുപാട് സമയം കരയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൾ എന്തായാലും ഇവിടെ നിന്ന് ആകെ വിഷമിച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഞാൻ നിന്നെ അതിനുവേണ്ടി ഒന്ന് ഉപയോഗിച്ചതാണ് എന്നൊക്കെ ഓസ്ക പറയുന്നുണ്ട്. യൂൻസിയോളിന്റെ കാര്യത്തിൽ അവൻ സീരിയസ് ആണ് എന്ന് ജൂവണിന് ഇതോടെ മനസ്സിലാവുന്നു. എന്തായാലും അപ്പോഴേക്കും റായും പോലീസുകാരോട് പറഞ്ഞ് കേസ് പിൻവലിപ്പിച്ച് അവനെ പുറത്തിറക്കുന്നുണ്ട്. യൂൻസിയോൾ ഈ സമയം പുറത്തൊരിടത്ത് പോയിന്ന് കരയുകയായിരുന്നു. മുമ്പ് അതേ സ്ഥലത്ത് ഓസ്കയ്ക്കൊപ്പം വന്നിട്ടുള്ളതിനെ കുറിച്ച് അവളും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു തവണ വന്ന സമയത്താണ് അവളുടെ മറ്റൊരു ഫ്രണ്ട് അവളെ തനിച്ച് മാറ്റി നിർത്തി ഓസ്ക അവളെ ചീറ്റ് ചെയ്യുകയാണ്, അല്ലാതെ അവളോട് ആത്മാർത്ഥമായ ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നത്. അവൾ തർക്കിക്കുന്നുണ്ടെങ്കിലും അതിന് തെളിവ് നൽകാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അവൾക്കും ആകെ സംശയമാവുന്നു. പിന്നീട് എന്താണ് നടന്നത് എന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് അവൾ ശരിക്കും കരയുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരൻ അവർക്ക് കാറിന്റെ കീ നീട്ടിയത്. ഓസ്കയും റായിമും അത് വാങ്ങാനായി കൈ നീട്ടുന്നുണ്ടെങ്കിലും അതിനു മുമ്പേ ജൂവൺ അത് പിടിച്ചു വാങ്ങുന്നു. പോലീസുകാരൻ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓസ്ക പെട്ടെന്ന് ജൂവൺ ആണ് എന്ന് കരുതി റായിമിന്റെ കഴുത്ത് കൈക്കുള്ളിലാക്കി അവനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി നിനക്കെന്നെ സ്റ്റേഷനിൽ കയറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. തന്നെ ഒന്ന് സഹായിക്കാൻ അവൾ ജൂവണിനോട് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തിയതല്ലേ, ഞാൻ പിന്നെ എന്ത് സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് അവൻ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. റായിം ഓസ്കയുടെ പിടിയിൽ നിന്ന് കുതറി മാറാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. അവസാനം അവൾ അവനെ ഇക്കിളിയാക്കാൻ തുടങ്ങുന്നു. ഈ സമയത്തൊക്കെ ജൂവൺ കാറിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓസ്ക പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കുന്നു. ഈ സമയത്താണ് ചിരിച്ചിരിച്ച് പുറകിലേക്ക് വീഴാൻ തുടങ്ങിയ ഓസ്കയെ ഇങ്ങോട്ട് പിടിക്കുന്നതിനിടയിൽ അവർ തമ്മിലൊരു ആക്സിഡന്റൽ കിസ് സംഭവിച്ചത്. ജൂവൺ അത് കണ്ട് ശരിക്കും ഷോക്കാവുന്നു. ഓസ്കയും ആകെ വല്ലാതെ ആവുന്നുണ്ട്. പക്ഷേ റായും മാത്രം തന്റെ ഐഡലിന്റെ കയ്യിൽ നിന്ന് ഒരു കിസ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നാണം കൊണ്ട് കാൽ പുറകിലേക്ക് തട്ടുകയും ചെയ്യുന്നു. ഇതൊരു ആക്സിഡന്റ് ആണ്, അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് വണ്ടി പോകാമെന്ന് കൂടി അവൾ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാമെന്ന് പറഞ്ഞ് ഓസ്ക പുറത്തേക്ക് ഓടുന്നു. ജൂവൺ വേഗം റായിമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ മനഃപൂർവ്വമല്ലേ ഇങ്ങനെ ചെയ്തത്, എന്റെ ചുണ്ടിന്റെ ഹിസ്റ്ററി തന്നെ നീ നശിപ്പിച്ചു, വേഗം ഇത് കഴിയാൻ പറഞ്ഞ് കുറച്ച് വെള്ളമെടുത്ത് അവിടെ തുടയ്ക്കുന്നുണ്ട്. റായും പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കാതെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നു. ഓസ്ക സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് പോകാനായി നോക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തീരെ പ്രതീക്ഷിക്കാതെ പോലീസുകാർക്കൊപ്പം വരേണ്ടി വന്നതുകൊണ്ട് അവൻ പേഴ്സും ഫോണും ഒന്നും എടുത്തിരുന്നില്ല. അതുകൊണ്ട് ടാക്സിക്ക് കൊടുക്കാൻ അവൻ്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ല. ടാക്സിക്കാരന് തന്നെ പരിചയമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറി പോകാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ വന്ന് നിർത്തിയ ടാക്സിക്കാരന് അവനെ യാതൊരു പരിചയവും ഇല്ലായിരുന്നു. കാശില്ല എന്ന് കേട്ടതോടെ അയാൾ അവനെ കയറ്റാൻ തയ്യാറാവാതെ വണ്ടി വിട്ടുപോകുന്നു. ഓസ്ക ഇങ്ങനെ ടാക്സിക്കാരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജൂവണും റായിമും കൂടി വണ്ടിയിൽ അവിടെ എത്തി ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓസ്കയെ കൂടി വണ്ടിയിൽ കയറ്റാമെന്ന് റായിമിന് ആഗ്രഹമുണ്ട്. പക്ഷെ ജൂവണിന് അതിനൊട്ടും താല്പര്യമില്ല. ജൂവൺ വണ്ടി വിട്ടു പോകുന്നുണ്ട്. മറ്റൊരു ടാക്സിക്കാരൻ വന്നപ്പോഴും ഓസ്ക അതിൽ കയറാൻ നോക്കുന്നുണ്ടെങ്കിലും കാശില്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. തിരിച്ച് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓസ്കയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാത്തതിന്റെ പേരിൽ റായിമും ജൂവണും തമ്മിൽ കുറച്ച് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റായും അവനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ജൂവൺ ചോദിക്കുന്നു. കുട്ടിക്കാലം മുതലേ അവന്റെ ഫാൻ ആയിരുന്നതും വല്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടിരുന്ന സമയത്തൊക്കെ ഓസ്കയുടെ പാട്ടാണ് കുറച്ചെങ്കിലും ആശ്വാസം തന്നിട്ടുള്ളത് എന്നുമൊക്കെ പറഞ്ഞ് റായും അവനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ച് തുറന്ന് പറയുന്നു. ജൂവൺ ഇതൊക്കെ കേട്ട് അസൂയ സഹിക്കവയ്യാതെ നിൽക്കുന്ന സമയത്താണ് ഓസ്ക പോലീസുകാരുടെ തന്നെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങിയത്. തന്നെ തനിച്ചാക്കി വന്നതിന്റെ പേരിൽ ഓസ്ക ജൂവണിനോട് ദേഷ്യപ്പെടുന്നു. റായും കാരണമാണ് അവനെ അവിടെ നിർത്തിയിട്ട് വന്നത് എന്ന് ജൂവൺ പറയുന്നു. ഇപ്പോൾ അവനാണല്ലോ റായുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. മാത്രമല്ല ഓസ്കയെ ഇഷ്ടമല്ല എന്ന രീതിയിലും ജൂവൺ സംസാരിക്കുന്നു. ഇത്രയും നാൾ തന്റെ ഫാനായിരുന്ന അവൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഓസ്കയ്ക്ക് ചെറിയ വിഷമം ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് യൂൻസിയോൾ അങ്ങോട്ടേക്ക് വന്നത്. അതോടെ റായും ജൂവണിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി യൂൻസിയോളിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ജൂവൺ നിർത്താൻ പറഞ്ഞിട്ട് പോലും അവൾ നിർത്താൻ തയ്യാറാവുന്നില്ല. എന്തായാലും എല്ലാവരും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പോയാൽ മതി എന്ന് യൂൻസിയോൾ സജസ്റ്റ് ചെയ്തപ്പോൾ ജൂവണും ഓസ്കയും അത് എതിർക്കുന്നുണ്ട്. പക്ഷെ റായും അതിനെ സപ്പോർട്ട് ചെയ്ത് അവൾക്കൊപ്പം അവിടെ നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു.
അവൾ ജൂവൺ ആണെന്നാണല്ലോ യൂൻസിയോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഓസ്കയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും തിരികെ പോയാലും കുഴപ്പമില്ല, ജൂവൺ അവിടെ ഉണ്ടെങ്കിൽ അവൾ നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് യൂൻസിയോളും അവളുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുന്നു. ജൂവണിനെ വാശി പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമെന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റായും അവളുടെ കൈ കോർത്ത് പിടിക്കുന്നുണ്ട്. അതും കൂടി കണ്ടപ്പോഴേക്കും ഓസ്കയ്ക്കും ജൂവണ്ണും ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. ഓസ്ക ഓടിച്ചെന്ന യൂൻസിയോളിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ജൂവൺ റായിമിനോട് ദേഷ്യപ്പെട്ടപ്പോൾ നീയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്, അതുകൊണ്ട് എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് റായും അവിടെ നിന്ന് പോകുന്നു. നീയുമായി ബ്രേക്കപ്പ് ആയത് ഞാനല്ല, നീയാണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയത്, പിന്നെ നീ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഓസ്ക അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഞാൻ തന്നെയാണ് ബ്രേക്കപ്പ് ആയതെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് യൂൻസിയോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവൾ എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ഓസ്കയ്ക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഒരു കോമൺ ഫ്രണ്ട് അവൻ അവളെ ചീറ്റ് ചെയ്യുകയാണ് എന്ന രീതിയിൽ അവളോട് സംസാരിച്ചിരുന്നല്ലോ. യൂൻസിയോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് മനഃപൂർവ്വം അവളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓസ്കയോട് അവർ തമ്മിലുള്ള റിലേഷനെ പറ്റി ചോദിക്കുന്നു. ഓസ്കയെ പോലെ തന്നെ ഒരു ആക്ടറാണ് അയാളും. അവരുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് യൂൻസോളുമായിട്ടുള്ള റിലേഷനെ പറ്റി അയാൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ മുന്നിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവളുമായി സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊന്നുമല്ല, അവൾ വെറും ഒരു തമാശ മാത്രമാണ് എന്ന് ഓസ്ക മറുപടി നൽകുന്നു. യൂൻസിയോൾ അവിടെ മറിഞ്ഞു നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അതവളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അങ്ങനെയാണ് അവൾ അവനുമായി ബ്രേക്കപ്പ് ആയത്. ഓസ്കയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ അവൾ ചെറിയ ക്ലൂ നൽകിയിട്ടും അവന് എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. യൂൻസിയോൾ ആണെങ്കിൽ കൂടുതൽ വിശദമായിട്ട് ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. ആൽബത്തെക്കുറിച്ചാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തൽക്കാലം താല്പര്യമില്ല എന്ന് ഓസ്ക പറഞ്ഞപ്പോൾ ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്. ജൂവൺ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സ്ഥിതിക്ക് അവനുമായുള്ള വിവാഹം നടക്കാൻ ഇനി അധികം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എനിക്കിതിൻ്റെ സഹായം ആവശ്യമില്ല. ആൽബത്തിനെ കുറിച്ച് ഞാനും ഇനി ചിന്തിക്കുന്നില്ല എന്ന് അവളും പറയുന്നു. ജൂവൺ തനിച്ചൊരിടത്ത് നിൽക്കുന്ന സമയത്താണ് യൂൻസിയോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അടുത്തിടെയായി നിന്നെ ഓസ്കയുടെയും ജൂവൻ്റെയും അടുത്ത് കാണുന്നുണ്ടല്ലോ, ഇവരിൽ ആരോടാണ് നിനക്ക് ശരിക്കും ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. ജൂവനോടാണ് എനിക്ക് താല്പര്യം എന്ന് അവൻ പറഞ്ഞപ്പോൾ എങ്കിൽ ഓസ്കയുടെ അടുത്തേക്ക് വെറുതെ പോയി ശല്യപ്പെടുത്തരുത്, അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നതാണ് നിനക്ക് നല്ലത് എന്നൊരു വാണിംഗ് പോലെ യൂൻസിയോൾ പറയുന്നു. ജൂവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ അവളെ മോശക്കാരിയാക്കുന്ന രീതിയിൽ കുറെ സംസാരിക്കുന്നു. ഈ സമയത്താണ് വാഷ്റൂമിൽ പോയിട്ട് റായും അവിടേക്ക് വന്നത്. കയ്യിലെ വെള്ളം ഷർട്ടിലേക്ക് തുടച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വരുന്നത്. വാഷ്റൂമിൽ ടവൽ ഇല്ലായിരുന്നോ, നിനക്കത് ഉപയോഗിച്ചുകൂടായിരുന്നോ, ഈ ഡ്രസ്സിന്റെ വില എത്രയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജൂവൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അവൾ വേഗം വന്ന് അവന്റെ വാ പൊത്തിയിട്ട് യൂൻസിയോളിനോട് സംസാരിക്കുന്നു. അവളോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുപോലെയാണ് റായും ഇപ്പോഴും സംസാരിക്കുന്നത്. മാത്രമല്ല അവൾക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിൽ കൈകൾ വെച്ച് ചൂടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റായിമിനെ കാണിക്കാനെന്ന രീതിയിൽ യൂൻസിയോളും അതിനൊപ്പം നിന്ന് അവന്റെ കവിളിലേക്കും കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ജുവൻ ദേഷ്യം സഹിക്കവയ്യാതെ രണ്ടുപേരോടും പിടിവിടാനൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേരും അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.